Hello, class. A warm welcome to another session of Question Quest, Understanding the Exam Dynamics by English Disha. അപ്പോൾ നമ്മൾ PG എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണല്ലേ. അപ്പോൾ നമ്മൾ ഒരു എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം വെരി ഗുഡ് തിങ് ഈസ് ദാറ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഓർ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്നത് അതാണല്ലേ. Okay, so without delay, നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലോട്ട് കടക്കാം. So here is the first question. Who is the poet of the Rhyme of the Ancient Mariner? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോമാണ് ദ റൈം ഓഫ് ദി ആൻഷ്യന്റ് മെറൈനർ. നമ്മൾ സ്കൂൾ ഡേയ്സിലൊക്കെ പഠിച്ചിട്ടുള്ള പോമാണ് അല്ലെ. അപ്പൊ അത് എഴുതിയിരിക്കുന്ന പോയിറ്റ് ആരാണ്? S.T. Coleridge, William Wordsworth, P.B. Shelley and Lord Byron. ഇവരാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിലാരാണ് ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മെറൈനർ എഴുതിയിരിക്കുന്ന കവി? ആരാണ്? ഒബ്വിയസ്ലി S.T. Coleridge. S.T. Coleridge ആണ്. സാമുവൽ ടൈലർ കോളറിഡ്ജ് അല്ലെ. S.T. Coleridge, സാമുവൽ ടൈലർ കോളറിഡ്ജ് ആണ് ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മെറൈനർ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന, ഈ പോം പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1798 ആണ്. ദിസ് ഇസ് ദ ലോങ്സ്റ്റ് മേജർ പോയം ബൈ കോളറിഡ്ജ്. കോളറിഡ്ജിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു പോയം അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള മേജർ പോം. പിന്നെ ഈ ഒരു പോയത്തിന്റെ ഒരു തീം അല്ലെങ്കിൽ ആ പോം നമുക്ക് തരുന്ന ഒരു മോറൽ ലെസൺ എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ ചിന്തിക്കാതെ എടുക്കുന്ന ഒരു തീരുമാനം നമുക്ക് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യും, അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുക, അങ്ങനത്തെ ആ ഒരു തീമിലാണ് ഈ ഒരു പോം പോകുന്നത്. എ തോട്ട്ലെസ് ബാഡ് ആക്ട് ക്യാൻ ഹാവ് ലാസ്റ്റിംഗ് റെപ്പർക്കഷൻസ്. നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, എന്താ പറയാ, ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീട് നമ്മളെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ എന്തെങ്കിലും കോൺസിക്വൻസസ് നമുക്ക് സഫർ ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ആ തീമിലത്തെ ഒരു, ഐ മീൻ ആ പോയത്തിലത്തെ ഒരു തീം. ആൻഡ് ദിസ് ഈസ് എ പോം ഇൻ 7 പാർട്സ്. ഈ ഒരു പോം ടോട്ടൽ 7 പാർട്സ് ആയിട്ടാണുള്ളത്. ആൻഡ് ഈ പോം ഫസ്റ്റ് അപ്പിയർ ചെയ്തിരിക്കുന്നത് ലിറിക്കൽ ബാലഡ്സിലാണ്. ലിറിക്കൽ ബാലഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിലാണ് ഈ ഒരു പോം ഫസ്റ്റ് ആയിട്ട് വന്നത്. ഈ പോയിറ്റ് നമ്മളുടെ ആര്, S.T. Coleridge, ഈസ് എ ഫൗണ്ടർ ഓഫ് റൊമാൻറ്റിക് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് വിത്ത് വേർഡ്സ്വർത്ത്. അപ്പോൾ റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ഫൗണ്ടേഴ്സിൽ 2 ഫൗണ്ടേഴ്സ് ഉണ്ട് മെയിൻലി. അതിൽ ഒരു ഫൗണ്ടർ S.T. Coleridge ആണ്, മറ്റേ ആള് ആരാണ്? വില്യം വേർഡ്സ്വർത്ത് ആണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ മെയിൻ ഫൗണ്ടേഴ്സ്. മാത്രമല്ല S.T. Coleridge ലേക്ക് പോയിറ്റ്സിലെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പൊ ലേക്ക് പോയിറ്റ്സ് ആരാണ്, അല്ലെങ്കിൽ എന്താണ് ലേക്ക് പോയിറ്റ്സ്? 3 പേരാണ് മെയിൻലി ലേക്ക് പോയിറ്റ്സിൽ ഉള്ളത് കേട്ടോ. ആരൊക്കെയാണ്? വില്യം വേർഡ്സ്വർത്ത്, റോബർട്ട് സൗതി ആൻഡ് S.T. Coleridge. അപ്പൊ ലേക്ക് പോയിറ്റ്സ് കേൾക്കുമ്പോൾ മറന്നു പോയത് ഈ 3 പേരേ ഉള്ളൂ, വേർഡ്സ്വർത്ത്, റോബർട്ട് സൗതി ആൻഡ് S.T. Coleridge. പിന്നെ S.T. Coleridgeന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുബ്ല ഖാൻ, വെരി ഇമ്പോർട്ടന്റ് ആണ് കുബ്ല ഖാൻ കേട്ടോ. കുബ്ല ഖാൻ ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവാ. കുബ്ല ഖാൻ, ക്രിസ്റ്റബൽ, ബയോഗ്രഫിയ ലിറ്റററിയ. ഇത് കൂടാതെ ധാരാളം വർക്ക്സ് ഉണ്ട്, ബട്ട് ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രഡീഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലന്റ് വാസ് റിട്ടൺ ബൈ. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? ഇറ്റ്സ് എൻ എസ്സേ. ചിലപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ ടൈമിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. സോ ഇതാരാണ് എഴുതിയിരിക്കുന്നത്? ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഗായത്രി സ്പിവക്, ഹെലൻ സിഷസ്, T.S. Eliot and Ezra Pound. ഇതിലാരാണ് ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്? ദി ആൻസർ ഈസ് T.S. Eliot. അപ്പോ ഈ ഒരു എസ്സേ അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ ദ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറഞ്ഞ ആ ഒരു എസ്സേ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1919 ഇയറിലാണ് കേട്ടോ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1919. ഏതിലാണ് പബ്ലിഷ് ആയിട്ട് വന്നത്? ദ ഇഗോയിസ്റ്റ്. ദ ഇഗോയിസ്റ്റ് എന്ന് പറഞ്ഞ എന്താ പറയുക, ഒരു വോളിയം ഓഫ് എസ്സേസിലാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു എസ്സേ വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് അപ്പിയർഡ് ഇൻ ഹിസ് ഫസ്റ്റ് ക്രിട്ടിക്കൽ വോളിയം ദ സാക്രഡ് വുഡ് ഇൻ 1920. പിന്നീട് അത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയാ T.S. Eliotന്റെ ക്രിട്ടിക്കൽ വോളിയത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ക്രിട്ടിക്കൽ വർക്ക്സിന്റെ ഒരു വോളിയം, അതിലും എന്ത് വന്നിട്ടുണ്ട്, ഈ ഒരു എസ്സേ പബ്ലിഷായി വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ദി സാക്രഡ് വുഡ്. 1920 അത് ഇറങ്ങിയത്. ഈ ഒരു എസ്സേയിൽ അല്ലെങ്കിൽ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിൽ
ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടി.എസ്. ഇലിയറ്റ്. ദാറ്റ്സ് എ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി. ആ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ്ലി കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസിലൊക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി അതെന്താണ് മീൻ ചെയ്യുന്നത്? The artistic creation is a process of depersonalization. According to T.S. Eliot. T.S. Eliotന്റെ എന്താ പറയാ, അദ്ദേഹത്തെ അതിന്റെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്രിയേഷൻ, അത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡീപേഴ്സണലൈസേഷൻ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അത് എന്താ പറയാ, അവരുടെ ആ ഒരു അത് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ പേഴ്സണാലിറ്റീനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് പേഴ്സണൽ. ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് എപ്പോഴും പേഴ്സണൽ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി. പിന്നെ ടി.എസ്. ഇലിയറ്റിന്റെ മെയിൻ വർക്ക്സ്, വളരെ ഫേമസ് ആയിട്ടുള്ള ചില വർക്ക്സ് ആണ് ദി വേസ്റ്റ് ലാൻഡ്, ദി ലവ് സങ് ഓഫ് ജെ. ആൽഫ്രഡ് പ്രഫ്രോക്ക്, 4 Quartets, മർഡർ ഇൻ ദ കത്തീഡ്രൽ, ജേർണി ഓഫ് ദ മെജായ്, അങ്ങനെ കുറെ വർക്ക്സ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. അതിൽ ചിലത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇത് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി എന്നത് ഒന്ന് മനസ്സിലാക്കി അറിഞ്ഞിരിക്കുക കേട്ടോ. ഇറ്റ്സ് ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡീപേഴ്സണലൈസേഷൻ എന്നാണ് ടി.എസ്. ഇലിയറ്റ് പറയുന്നത്. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദ് സ്വരാജ് വാസ് റിട്ടൺ ബൈ. ഹിന്ദ് സ്വരാജ് എഴുതിയിരിക്കുന്നത് ആരാണ്? ഗോപാൽ കൃഷ്ണ ഗോഖലെ, മൗലാന അബുൽ കലാം ആസാദ്, ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ ആൻഡ് M.K. ഗാന്ധി. ഹിന്ദ് സ്വരാജ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇറ്റ്സ് നൺ അതർ ദാൻ M.K. ഗാന്ധി. സോ ഹിന്ദ് സ്വരാജ് അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ദ മീനിങ് ഈസ് ഇന്ത്യൻ ഹോം റൂൾ. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1909. ദിസ് ഇസ് ദ ഫസ്റ്റ് ബുക്ക് റിട്ടൺ ബൈ ഗാന്ധി. ഗാന്ധി എഴുതിയിരിക്കുന്ന ആദ്യത്തെ ബുക്കാണ് ഹിന്ദ് സ്വരാജ്. പിന്നെ ഈ ഒരു ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ദ ക്രിറ്റിസിസം ഓഫ് മോഡേൺ സിവിലൈസേഷൻ പുഷ്ഡ് അഗ്രസീവ്ലി ബൈ ബ്രിട്ടീഷ്. ഇപ്പൊ ബ്രിട്ടീഷുകാര് നമ്മളുടെ ഇന്ത്യയിൽ വന്നിട്ട് അവര് നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നടത്തിയ ഒരു മോഡേൺ സിവിലൈസേഷൻ, അതിന് എതിരായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്രിറ്റിസിസം ആണ് കേട്ടോ, ക്രിറ്റിസിസം ഓഫ് മോഡേൺ സിവിലൈസേഷൻ എതിരായിട്ടുള്ള ഗാന്ധിയുടെ എന്താ പറയാ പോയിന്റ്സും വ്യൂസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് എ പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ക്രിയേറ്റ് എൻ ഐഡിയൽ സൊസൈറ്റി. ഒരു ഐഡിയൽ സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാനായി നമുക്ക് പറ്റും. ഓക്കെ, ഇന്ത്യൻസിന് അത് പറ്റും എന്നാണ് ഗാന്ധി പറയുന്നത്. അപ്പൊ അത് എങ്ങനെ പോസിബിൾ ആവും? ഓക്കെ, എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഐഡിയൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഈ 2 കാര്യങ്ങളാണ് മെയിൻലി ഈ ബുക്കിൽ ഗാന്ധിജി വിളിച്ചു പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ആൻഡ് അതാണ് ആ ബുക്കിലെ മെയിൻ കോണ്ടെന്റ്. The next question, the pen is mightier than the sword. This is an example of. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കോട്ടാണ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആണ് ഇത്. The pen is mightier than the sword. അപ്പൊ ഇത് എന്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്? ഏതൊരു ഫിഗർ ഓഫ് സ്പീച്ചിന്റെ എക്സാമ്പിൾ ആണ്? പാത്തറ്റിക് ഫാലസി ആണോ? സിനക്ടക് ആണോ? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണോ? മെറ്റോണിമി ആണോ? ഇതിൽ ഏതാണ്? The pen is mightier than the sword എന്ന് പറയുന്നത് ഇതില് ഏതിന്റെ എക്സാമ്പിൾ ആണ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് മെറ്റോണിമി. മെറ്റോണിമിയുടെ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് മെറ്റോണിമി എന്ന് അറിയണം അല്ലെ? എന്നാൽ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു സെന്റൻസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രേസോ എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് അറിയണമെങ്കിൽ ആ ഓപ്ഷൻസ് എന്താണെന്ന് അറിയണം. സോ മെറ്റോണിമി എന്താണ്? A word is substituted for another word that it is closely associated with. അപ്പൊ മെറ്റോണിമി എന്ന് പറയുന്നത് ഒരു വാക്കിനെ മറ്റൊരു വാക്കിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു വാക്കിന് പകരം നമ്മളവിടെ വേറൊരു വാക്ക് വെക്കുകയാണ്. പക്ഷെ ഈ 2 വാക്കുകളും തമ്മിൽ എന്തുണ്ടാവും? വളരെ ക്ലോസ് അസോസിയേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് അതുമായിട്ട് നല്ല മീനിങ്ങിൽ നല്ല സാമ്യം ഉണ്ടാവും. Okay, a word is substituted for another word that is closely associated with. അതുമായിട്ട് വളരെ ബന്ധപ്പെട്ട, വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കിനോട് അതിന് പകരം നമ്മൾ വേറൊരു വാക്ക് വെക്കാണ്. ഒരു വാക്കിന് പകരം നമ്മൾ മറ്റൊരു വാക്ക് വെക്കുന്നു. ഈ 2 വാക്കുകൾ തമ്മിൽ എന്തുണ്ടാകും? ഒരു ക്ലോസ് റിലേഷൻ ഉണ്ടാകും. അതാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. ഇനി സെനക്ടക്കി എന്താണ്? അത് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഞാനപ്പോ ആ ഓപ്ഷൻസിലുള്ളത് എന്താണെന്ന് പറഞ്ഞു തരാണ്. സെനക്ടക്കി എന്ന് പറയുന്നത് എ സ്പെസിഫിക് പാർട്ട് ഓഫ് സംതിങ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ ഹോൾ തിങ്. ഒരു ഹോൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു സാധനത്തിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുള്ളൂ.
പക്ഷെ ആ ഒരു ചെറിയ പാർട്ട് നമ്മൾ സെന്റൻസിൽ പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മൊത്തത്തിലുള്ള സാധനത്തെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സെന്റൻസിൽ നമ്മൾ ഒരു സാധനത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ഒരു ചെറിയ പാർട്ട് മാത്രം മെൻഷൻ ചെയ്യുന്നു. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് എഴുതുമ്പോൾ നമ്മൾ ശരിക്കും ആ വാക്കുകൊണ്ട്, ആ ചെറിയ പാർട്ടിന്റെ വാക്കുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ മൊത്തത്തിലുള്ള സാധനമാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദേ ഗോട്ട് ന്യൂ വീൽസ്, അല്ലെങ്കിൽ ജോൺ ഹാസ് ഗോട്ട് ന്യൂ വീൽസ്, ശില്പ ഹാസ് ഗോട്ട് ന്യൂ വീൽസ്. വീൽസ് എന്താണ്? ഒരു വാഹനത്തിന്റെ ചക്രത്തെയാണ് നമ്മൾ വീൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വാഹനമായിരിക്കാം, മെയിൻലി കാറാണ്. വീൽസ്, മൾട്ടിപ്പിൾ വീൽസ് കാറിനുണ്ടല്ലോ. അപ്പൊ നമ്മൾ പൊതുവെ കാറൊക്കെ, കാറിനെയാണ് അവിടെ വീൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദേ ഹാവ് ഗോട്ട് ന്യൂ വീൽസ്, അതിനർത്ഥം അവർക്ക് പുതിയ കാറ് കിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, കാറിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വീൽസ്, പക്ഷെ ആ വീൽസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് കാറിനെയാണ്. The next example, I can't wait to get back out on the waves. എനിക്ക് എന്താ പറയാ, വേവ്സിലോട്ട് തിരിച്ചു പോകാതിരിക്കാൻ വയ്യ. ഐ കാൻ വെയിറ്റ് ടു ഗെറ്റ് ബാക്ക് ഔട്ട് ഓൺ വേവ്സ്, എനിക്ക് പെട്ടെന്ന് തന്നെ വേവ്സിലോട്ട് പോകണം. വേവ്സ് എന്താണ്? തിരകൾ. അപ്പൊ ആ വേവ്സിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഓഷ്യൻ. ദാറ്റ് മീൻസ് എന്താ പറയാ, കടലിലേക്ക് പോകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ കടലിന് പകരം, ഓഷ്യന് പകരം നമ്മൾ അവിടെ ഓഷ്യന്റെ ഒരു പോർഷൻ ആയ, ഓഷ്യന്റെ ഒരു പാർട്ടായ വേവ്സ് ആണ് അവിടെ യൂസ് ചെയ്തത്. കണ്ടോ, അപ്പോ മൊത്തത്തിലുള്ള ഒരു സംഭവത്തിന് പകരം അതിന്റെ ചെറിയ ഒരു പാർട്ട് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിനാക്ടക്കി. ഓക്കെ, പിന്നെ പത്തറ്റിക് ഫാലസി എന്താണ്? ദ അട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻ ടു ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്, നേച്ചർ ഓർ ആനിമൽസ്. അപ്പൊ ഹ്യൂമൻ ഇമോഷൻസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസ് എന്താ പറയാ, മറ്റ് മനുഷ്യന്മാരല്ലാത്ത അല്ലെങ്കിൽ ആ ഇമോഷൻസ് ഇല്ലാത്ത ചില സംഭവങ്ങൾക്ക്, ഇപ്പൊ നാച്ചുറൽ സംഭവങ്ങളായിക്കോട്ടെ, എനിത്തിങ് ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസ് നമുക്ക് എല്ലാ ആനിമൽസിനും ഒന്നും കാണാൻ പറ്റില്ല അല്ലെ. ഐ മീൻ ആനിമൽസിന് ചിലപ്പോൾ എപ്പോഴും നമ്മളെ ഹ്യൂമൻ ബീങ്സിന് എല്ലാ ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹ്യൂമൻ ഇമോഷൻസിനെ ഈ പറഞ്ഞ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനോടും നാച്ചുറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾക്കൊക്കെ കൊടുക്കുക. ഇപ്പോ നമ്മൾ പറയും, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ദി സൺ വാസ് സ്മൈലിംഗ് അപ്പോൺ ഹിം. ഈ സ്മൈലിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ചെയ്യുന്നതാണ്. ആനിമൽസ് സ്മൈൽ ചെയ്യണം നമുക്ക് മനസ്സിലാവോ? അല്ലെങ്കിൽ അവർ സ്മൈൽ ചെയ്യുന്നുണ്ടാവോ? പക്ഷെ നമ്മൾ കാണുന്നുണ്ടോ? നമുക്ക് കണ്ടാൽ മനസ്സിലാവോ ആനിമൽസ് സ്മൈൽ ചെയ്യുന്നുണ്ടെന്ന്? ഇല്ല. അതുപോലെ മറ്റ് ഇനാനിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്ത യാതൊരു വസ്തുക്കളും സ്മൈൽ ചെയ്യില്ല. പക്ഷെ സ്മൈൽ ചെയ്യുന്നത് ആകെ ആരാണ്? ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻസിന്റെ ഒരു ഇമോഷൻ ആണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് എന്ത്? സ്മൈലിംഗ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സെന്റൻസിൽ കണ്ടത് ദ സൺ വാസ് സ്മൈലിംഗ് അപ്പോൺ ഹിം. സൺ അവന്റെ അടുത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. സണ്ണ് ചിരിക്കോ? ഇല്ല. പക്ഷെ നമ്മൾ അവിടെ ഒരു പോയറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടൊരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. സണ്ണ് അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊരു ലിറ്ററലി എന്താ പറയുക, ഒരു പോയറ്റിക് ഇതാണ് അല്ലെ, ക്രിയേഷൻ പോലെയാണ്. നമ്മൾ സൺ കിസ് എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ അവിടെ സണ്ണ് കിസ് ചെയ്യുന്നുമില്ല, സണ്ണ് അവിടെ സ്മൈൽ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഹ്യൂമൻ ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? അത്തരം വസ്തുക്കളിലേക്ക്, അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ചെയ്യുന്ന പോലെ പ്രസന്റ് ചെയ്യാണ്. അപ്പോൾ അതിനെയാണ് പത്തറ്റിക് ഫാലസി എന്ന് പറയുന്നത്. Another example is the raindrops wept around her. അവൾക്ക് ചുറ്റും റെയിൻ ഡ്രോപ്സ് വീപ്പ് ചെയ്തു എന്ന് വെച്ചാല് കരഞ്ഞു എന്നാണ് പറയുന്നത്. മഴ തുളികൾ കരയോ? ഇല്ല, തുളികൾ വീഴാണ് അല്ലെ. പക്ഷെ അതിനെ കരച്ചിലായിട്ടാണ് നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത്. കണ്ടോ, ഹ്യൂമൻസിന്റെ ഒരു ഇമോഷൻ ആണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് വീപ്പിംഗ്, കരയുക, അല്ലെങ്കിൽ കണ്ണുനീരിങ്ങനെ വരിക, കണ്ണുനീര് ഒഴുക്കുക എന്നൊക്കെ പറയും. അതിവിടെ റെയിൻ ഡ്രോപ്സ് ചെയ്യുന്നതാണ് പറയുന്നത്. It's impossible in reality. അപ്പോ അതാണ് pathetic fallacy. Okay. The next question, അവിടെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഓപ്ഷൻസിൽ. അതെന്താണെന്ന് നോക്കാം അല്ലെ. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയുന്നത്, ആദ്യം എപ്പിത്തറ്റ് എന്താ നോക്കാം. An epithet is a word or phrase which describes the main quality of someone or something. അപ്പോൾ എപ്പിത്തറ്റ് എന്ന് പറയുന്നത് ഒരാളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റെന്തെങ്കിലിന്റെയോ മെയിൻ ക്വാളിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കാണ്. ജസ്റ്റ് ലൈക്ക് അഡ്ജക്റ്റീവ്. നമ്മൾ അഡ്ജക്റ്റീവ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു വിശേഷണമാണ് അല്ലെ. ഇവിടെ ഒരു മെയിൻ ക്വാളിറ്റീനെ കാണിക്കുന്ന ഒരു വാക്കാണ് എന്ത്? എപ്പിത്തറ്റ്. ഫോർ എക്സാമ്പിൾ, എ ഹാപ്പി പേഴ്സൺ. ഒരു പേഴ്സൺ, അദ്ദേഹം നല്ല സന്തോഷവാനായ ഒരാളാണെന്നാണ് ഇവിടെ. ഒരു സന്തോഷമുള്ള ഒരാള്, എ ഹാപ്പി പേഴ്സൺ.
അപ്പൊ അവിടെ നമ്മൾ ഹാപ്പി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ? ആ ആളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ആളെ നമ്മൾ അവിടെ വിശേഷിപ്പിക്കുന്നത് ഹാപ്പി ആയിട്ട് ആണ്, ഹാപ്പി പേഴ്സൺ ആണ്. അപ്പൊ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്താണ്? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ഈസ് വെൻ ദിസ് അഡ്ജക്റ്റീവ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ഡിഫറെന്റ് നൗൺ ലൈക് ഹാപ്പി ബർത്ത്ഡേ. കണ്ടോ? നമ്മൾ നോർമലി ഹാപ്പി ആയിരിക്കുന്നത് ഹ്യൂമൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കാണിക്കുന്നത് ഹ്യൂമൻസ് ആണ്. അപ്പൊ ഹാപ്പി പേഴ്സൺ എന്ന് പറഞ്ഞു. പക്ഷേ ഇതേ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ എപ്പിത്തറ്റ്, ആ ഒരു ക്വാളിറ്റി, ഹാപ്പി എന്ന് പറഞ്ഞ ക്വാളിറ്റി നമ്മൾ മറ്റൊരു നൗൺ, ജസ്റ്റ് ലൈക്ക് ഹാപ്പി ബർത്ത്ഡേ, ബർത്ത്ഡേ ഹാപ്പി ആയിരിക്കുമോ? ബർത്ത്ഡേ എന്നൊരു നൗണ് എപ്പോഴെങ്കിലും ഹാപ്പി ആയിട്ട് നമ്മൾ കാണുമോ? ഇല്ല. നമ്മൾ പക്ഷെ അവിടെ എന്ത് ചെയ്യാണ്? ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമ്മൾ അത്തരം നൗണിന് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ആ ഓക്കെ അയാൾ നല്ല സന്തോഷവാനാണ്. പക്ഷെ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ബർത്ത്ഡേ ഹാപ്പി ആവുന്നുണ്ടോ? ഇല്ല. സോ ദീസ് ലൈക്ക് തിങ്സ് ആർ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. അനദർ എക്സാമ്പിൾ, സ്ലീപ്ലെസ് നൈറ്റ്സ്. നൈറ്റ്സ്, സ്ലീപ്ലെസ് നൈറ്റ്, ഉറക്കമില്ലാത്ത രാത്രികൾ. അപ്പൊ ഇവിടെ നൈറ്റ്സിനെ നൗൺ ആക്കി എടുക്കുകയാണെങ്കിൽ നൈറ്റ്സിന് എന്താ പറയാ, ഉറക്കമുണ്ടോ? ഉറക്കമില്ലായ്മ ഉണ്ടോ? ഇല്ല അല്ലെ? സ്ലീപ്ലെസ് എന്താ പറയാ, സ്ലീപ്ലെസ് പേഴ്സൺ, ഉറക്കമില്ലാത്ത ഒരു മനുഷ്യൻ, സ്ലീപ്ലെസ് ഗേൾ, ഉറക്കമില്ലാത്ത ഒരു പെൺകുട്ടി, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സ്ലീപ്ലെസ് നൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അവിടെ എന്താണ്? നൗൺ നൈറ്റ്സ് ആണ് അല്ലെ? നൗൺ നൈറ്റ്സ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്ലീപ്ലെസ് എന്ന അഡ്ജക്റ്റീവ് അവിടെ കൊടുക്കുന്നത് ഒരു ട്രാൻസ്ഫറിങ് ആണ് ശരിക്കും, ഹ്യൂമൻസിനല്ലോ അല്ലെ? അതാണ് സംഭവം. പിന്നെ സാറ്റിസ്ഫൈയിങ് ജോബ്, ഫ്രണ്ട്ലി കോൺവെർസേഷൻ. നമ്മൾ നോർമലി ഫ്രണ്ട്ലി പീപ്പിൾ, ഫ്രണ്ട്ലി ഫാമിലി അല്ലെ, ഫ്രണ്ട്ലി ഗ്രൂപ്പ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഫ്രണ്ട്ലി കോൺവെർസേഷൻ ഫ്രണ്ട്ലി ആവുന്നത് എന്താ പറയാ, ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് അവിടെ നമ്മൾ കൊടുക്കുന്നത് യൂഷ്വൽ ആണ്. പക്ഷെ അതൊരു എന്താ പറയാ, ആൾക്കാരല്ലല്ലോ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അൺഹാപ്പി മാരേജ്. മാരേജ് എന്താണ്? ഒരു ഹ്യൂമൻ ആണോ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസം ആണോ? അല്ല. മാരേജ് എന്ന് പറയുന്നത് മറ്റൊരു നൗൺ ആണ്. അപ്പൊ അവർക്ക് അത്തരം നൗൺസിന് നമ്മൾ ഹ്യൂമൻസിന് നോർമലി കൊടുക്കുന്ന ആ ക്വാളിറ്റീനെ തൊട്ട് മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. അൺഹാപ്പി മാരേജ്. സോ ദീസ് ആർ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ഓതേർഡ് ഗോദാൻ? ഗോദാൻ എഴുതിയിരിക്കുന്നത് ആരാണ്? അമൃത പ്രീതം, മുൻഷി പ്രേംചന്ദ്, ഇന്ദിര ഗോസ്വാമി ആൻഡ് റഹീം മസൂം റസ. ഗോദാൻ എഴുതിയിരിക്കുന്നത് ആരാണ്? ദ ആൻസർ ഈസ് മുൻഷി പ്രേംചന്ദ്. സോ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1936 ആൻഡ് ദ തീം വരുന്നത് ദ ഹെൽപ്ലെസ്നെസ് ആൻഡ് അഗെയിൻസ്റ്റ് ദ പവർഫുൾ മണി ലെൻഡേഴ്സ് ആൻഡ് ലാൻഡ് ലോഡ്സ്, ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ ഫേറ്റ്. അപ്പോ മുൻഷി പ്രേംചന്ദ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഗോദാൻ എന്ന് പറഞ്ഞൊരു വർക്കിലൂടെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല് നിസ്സഹായാവസ്ഥ, പിന്നെ എന്താ പറയാ, വളരെ പവർഫുൾ ആയിട്ടുള്ള മണി ലെൻഡേഴ്സിൽ എങ്ങനെ പലിശക്കാര് പറയണ നല്ലത് അല്ലെ, പൈസ കടം കൊടുക്കുന്നവര്, പലിശക്കാര്, അതുപോലെ ഭൂ ഉടമകള്, ലാൻഡ് ലോഡ്സ്, ഇവർക്കെതിരെയുള്ള ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടസ്റ്റ് കൂടി ആ ഒരു വർക്കിൽ വരുന്നുണ്ട്. പിന്നെ ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ ഫേറ്റ്, വിധിയിൽ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാര്, കണ്ണടച്ച് വിധിയിൽ മാത്രം വിശ്വസിച്ച് മറ്റ് അതിന്റെ പുറത്തോട്ട് വരാത്ത അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാത്ത ആൾക്കാർക്കും എതിരായിട്ടൊരു ആ ഒരു പ്രൊട്ടസ്റ്റ് കൂടിയാണ് പ്രേംചന്ദ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വർക്കിലൂടെ നടത്തുന്നത്. അപ്പൊ ഈ ഗോ ദാൻ എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ മിക്സപ്പ് ചെയ്തിട്ടാണ്, ഗോയും ദാനും. ഗോ ആൻഡ് ദാൻ. ഗോ എന്ന് പറയുന്നത് അവിടെ കൗ, പശുവാണ്. ദാൻ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡൊണേഷൻ, അതൊരു ഇന്ത്യൻ നെയിം ആണ് അല്ലെ, ഗോ ദാൻ. ഓക്കെ, അപ്പൊ ഇതിലെ ഈ ഒരു വർക്കിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഗോബർ, ദാനിയ, മിസ്റ്റർ മെഹ്ത, ഗോവിന്ദി, ഹോരി, ഇവരൊക്കെയാണ് ലീഡിങ് ക്യാരക്ടേഴ്സ് കേട്ടോ. ഇതില് ഹോരിയാണ് മെയിൻ ആയിട്ടുള്ള പ്രൊട്ടഗോണിസ്റ്റ്. ദാറ്റ് മീൻസ് ദ സെൻട്രൽ ക്യാരക്ടർ ഹോരിയാണ്. ഹോരി എന്ന് പറയുന്നത് ഒരു ഗോഡ് ഫിയറിംഗ് മാൻ ആണ്, ദൈവത്തെ വളരെ പേടിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ദൈവഭക്തനായിട്ടുള്ള ഒരാളാണ് ഹോരി. ഹു നെവർ വയലേറ്റ്സ് എനി ട്രഡീഷണൽ വാല്യൂസ്. ആൾ എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങള്, വാല്യൂസ്, പണ്ടത്തെ റിച്വൽസ്, അതൊന്നും ആളൊട്ടും വയലേറ്റ് ചെയ്യില്ല. അപ്പൊ അതിന്റെ പേര് നടക്കുന്ന അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങൾ, ഇതൊക്കെ അദ്ദേഹം ഇതിലൂടെ തുറന്നു കാട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 with list 2.
സോ 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്, നമ്മൾക്ക് അവരെ മാച്ച് ചെയ്യാം. ഇപ്പൊ ഇവരുടെ വർക്ക്സ് ആണ് കേട്ടോ, ഓത്തേഴ്സും അവരുടെ വർക്ക്സുമാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 1 ഓത്തേഴ്സ് ആണ് ചൊറുദത്ത്, സരോജിനി നായിഡു, കമല ദാസ് ആൻഡ് മീന അലക്സാണ്ടർ. വർക്ക്സ് വന്നിട്ട് ദ ഓൾഡ് പ്ലേ ഹൗസ് വിതൗട്ട് പ്ലേസ്, ഷെഫ് ഗ്ലീൻഡ് ഇൻ ഫ്രഞ്ച് ഫീൽഡ്സ് ആൻഡ് ആന്തം ഓഫ് ലവ്. അപ്പൊ ഇത് ആരൊക്കെ ഏതൊക്കെ എഴുതി എന്നാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. സോ ദ ആൻസർ കംസ് ഓപ്ഷൻ ബി. ചൊറുദത്ത് എഴുതിയിരിക്കുന്നതാണ് എ ഷെഫ് ഗ്ലീൻഡ് ഇൻ ഫ്രഞ്ച് ഫീൽഡ്സ്, വർഷം കൊടുത്തിട്ടുണ്ട്. സരോജിനി നായിഡുവിന്റെ An Anthem of Love, Kamala Das The Old Playhouse, Meena Alexander Without Place. ഇയർ ഒക്കെ നോക്കി വെക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ പ്ലേ ഫൈനൽ സൊല്യൂഷൻസ്? ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്ലേ ആരാണ് എഴുതിയത്? ഓപ്ഷൻസ്: വിജയ് തെണ്ടുൽക്കർ, മോഹൻ രാകേഷ്, മഹേഷ് ദത്താനി, ഗിരീഷ് കർണാട്. The answer is Mahesh Dattani. It's published in the year 1994. This play is in 3 acts. 3 acts ആണ് കേട്ടോ അതിലുള്ളത്. And this is staged after the Mumbai riot. മുംബൈ റൈറ്റിന് ശേഷമാണ് ഈ ഒരു പ്ലേ സ്റ്റേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മെയിൻലി എന്താ പറയാ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്ലേയുടെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത് ദ കമ്മ്യൂണൽ റൈറ്റ് ബിറ്റ്വീൻ ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണൽ റൈറ്റ് അല്ലെ, മതത്തിന്റെ പേരിൽ നടക്കുന്ന വയലൻസ് ആണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒരു ഗുജറാത്തി ഫാമിലിയാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. ദക്ഷ, രംനിക്, അരുണ ആൻഡ് സ്മിത ആൻഡ് ജാവേദ് ബബൻ. ജാവേദ് ബബനും മുസ്ലിംസ് ആണ്. അപ്പോ ആ ഫാമിലി, ആ ഗുജറാത്തി ഫാമിലിയും ഈ ജാവേദ് ബബനും തമ്മിലുള്ള എന്താ പറയാ അവർ തമ്മിലുള്ള സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഹാവ് എ റീഡ് ഓൺ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Oh wind, if winter comes, can spring be far behind? ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയത്തിലെ ലൈൻ ആണ്. വാട്ട് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് യൂസ്ഡ് ഹിയർ? അപ്പൊ ഈ ഒരു സെന്റൻസിൽ, ഈ ഒരു പോയത്തിന്റെ ഈ ഒരു ലൈനിൽ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? മെറ്റഫർ ആണോ, റെട്രിക്കൽ ക്വസ്റ്റ്യൻ ആണോ, പൺ ആണോ, പാരലിപ്സിസ് ആണോ? ദി ആൻസർ ഈസ് റെട്രിക്കൽ ക്വസ്റ്റ്യൻ. അപ്പൊ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും റെട്രിക്കൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന്. ബിക്കോസ് അത് ഒരു ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ടു മേക്ക് എ പോയിന്റ് റദർ ദാൻ ടു ഗെറ്റ് എൻ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ മോഡലിലായിരിക്കും ആ ലൈൻ വരിക. ആ ലൈൻ ഒരു ഉത്തരം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ആയിരിക്കില്ല, പക്ഷെ നമ്മൾക്കൊരു പോയിന്റ് അതിലൂടെ തരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ലൈൻ കണ്ടോ, ഓ വിൻഡ് ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. അതൊരു ചോദ്യത്തിന്റെ മോഡൽ ആണെങ്കിലും അതൊരു പോയിന്റ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ, നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്ന പോലെയാണ്. അല്ലാതെ ഒരു ചോദ്യമാണെങ്കിൽ പോലും അതൊരു ഉത്തരം പ്രതീക്ഷിക്കുന്ന തരം ചോദ്യമല്ല. പിന്നെ മെറ്റഫർ. മെറ്റഫർ സിമ്പിൾ ആണല്ലേ, ഒരു സംഭവത്തെ മറ്റൊരു സംഭവത്തിനോട് ഉപമിക്കുക. മൈ മോം ഹാസ് എ ഹാർട്ട് ഓഫ് ഗോൾഡ്. എന്റെ അമ്മയ്ക്ക് സ്വർണം പോലെ അല്ലെ, തങ്കം പോലത്തെ മനസ്സാണെന്നാണ്. തങ്കം പോലത്തെ മനസ്സ് അല്ലെ, പക്ഷെ തങ്കം എന്താ പറയാ റിയാലിറ്റിയിലുള്ള ഒരു ഗോൾഡ് അല്ല, പക്ഷെ നമ്മൾ അതിനോട് ഉപമിക്കുകയാണ്. ഹി ഈസ് എ ലയൺ ഇൻ ദ ഓഫീസ്. ഓഫീസിൽ അദ്ദേഹം ഒരു ലയൺ ആണ്, ഒരു സിംഹമാണ്. അയാൾ ശരിക്കും സിംഹമാണോ? അല്ല, പക്ഷെ സിംഹത്തിനോടാണ് അദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത്. ഇനി പൺ എന്താണ്? The humorous use of a word or phrase so as to suggest its different meaning. പൺ എന്ന് പറയുന്നത് ഒരു വാക്കിനെ അല്ലെങ്കിൽ ഒരു ഫ്രേസ് അതിനെ ഒരു ഹ്യൂമറസ്ലി കുറച്ച് കോമിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഹ്യൂമർ ഇവോക്ക് ചെയ്യുന്ന ടൈപ്പിൽ എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു സജസ്റ്റ് ഇറ്റ്സ് ഡിഫറെന്റ് മീനിങ്. അതിന്റെ മറ്റൊരു മീനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക ഡിഫറെന്റ് മീനിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമറസ്ലി ഒരു വേർഡിനെയോ ഫ്രേസിനെയോ പ്രസന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പൺ. ഫോർ എക്സാമ്പിൾ, I told a chemistry joke, but there was no reaction. ഞാൻ ഒരു കെമിസ്ട്രി ജോക്ക് പറഞ്ഞു, പക്ഷെ അതിൽ റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. കെമിസ്ട്രിയിൽ നമുക്കറിയാം റിയാക്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പോ ഒരു ജോക്ക് പറഞ്ഞു, പക്ഷെ അതിന് എന്ത് കിട്ടിയില്ല? തിരിച്ചൊരു റിയാക്ഷൻ, റെസ്പോൺസ് കിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ കണ്ടോ, അവിടെ ഒരു സംഭവം പറഞ്ഞു, പക്ഷെ നമുക്ക് തിരിച്ചതിന് റെസ്പോൺസ് കിട്ടിയില്ല. അതിന് ഉപയോഗിച്ചേക്കണം നോക്കിയേ, ഞാനൊരു കെമിസ്ട്രി ജോക്ക് പറഞ്ഞു, പക്ഷെ അവിടെ റിയാക്ഷൻ ഉണ്ടായില്ല എന്ന്. അതൊരു ഹ്യൂമറസ്ലി ഉള്ള പ്രസന്റേഷൻ അല്ലേ. വേറൊരു എക്സാമ്പിൾ, ഐ ബിക്കെയിം വെൽ റെഡ് ബൈ റീഡിങ് ഇൻ ദ സൺ. ഞാൻ എന്ത് ചെയ്തു? ഐ ബിക്കെയിം വെൽ റെഡ്, ഞാൻ നല്ല റെഡായി
എന്തുകൊണ്ട്? സണ്ണിന്റെ അടിയിലിരുന്ന് വായിച്ചിട്ട്. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐ ബിക്കെയിം വെൽ റെഡ് ബൈ റീഡിങ് ഇൻ ദ സൺ. പുറത്തിരുന്ന് സംഭവം എന്തെങ്കിലും വായിച്ചപ്പോൾ ഞാൻ നല്ല ടയേർഡായി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞത് കണ്ടോ, സണ്ണിന്റെ അടിയിൽ ഇരുന്നതുകൊണ്ട് ഞാൻ നല്ലോണം റെഡ് ആയി എന്നാണ് അവിടെ പറയുന്നത്. ഒരു ഹ്യൂമറസ്ലി പ്രസന്റ് ചെയ്യും a word or a phrase. That's it. Okay, the next question. Who among the following is a primary exponent of Gothic romance? Gothic romance in the main exponent ആരാണ്? Anne Bronte, Horace Walpole, Charles Dickens and Thomas Hardy. Simple. The answer is Horace Walpole. He is considered the father of Gothic romance. Gothic romance ന്റെ പിതാവ് എന്നറിയപ്പെടുന്നതിന് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷനിലൂടെയാണ് ആ ഒരു ഗോത്തിക് റൊമാൻസിന്റെ ഫാദർ എന്നൊരു പദവി അദ്ദേഹത്തിന് കിട്ടിയത്. അതേതാണ്? 1764 പബ്ലിഷ് ചെയ്തിട്ടുള്ള ദ കാസിൽ ഓഫ് ഒട്രാൻഡോ. ഓക്കെ, അദ്ദേഹം അത് എഴുതാൻ കാരണം അദ്ദേഹം സ്ട്രോബെറി ഹിൽ ഹൗസിൽ വെച്ചിട്ട് കണ്ട ഒരു പേടി സ്വപ്നം, അതിന്റെ ഒരു എക്സ്പീരിയൻസിലാണ്, ഇൻസ്പിറേഷനിലാണ് അദ്ദേഹം ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു ഫേമസ് വർക്ക്സ് ആണ് അനക്ഡോട്ട്സ് ഓഫ് പെയിന്റിംഗ്, എ കാറ്റലോഗ് ഓഫ് എൻഗ്രേവേഴ്സ്, ദ ഫാന്റം ഓഫ് ദി ഓപ്പറ, എക്സെട്ര. The next question. Daffodils is a poem written by. Daffodils എഴുതിയത് ആരാണ്? വില്യം ബ്ലേക്ക് ആണോ, വില്യം വേർഡ്സ്വർത്ത് ആണോ, ജോൺ കീറ്റ്സ് ആണോ, വില്യം ഷേക്സ്പിയർ ആണോ? The answer is വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ ഈ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ പോം അതൊരു ലിറിക് പോം ആണ്. പബ്ലിഷ്ഡ് ഇൻ 1807. 1807 മെയിൻലി പബ്ലിഷ് ചെയ്തത്, ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. പിന്നെ അതിന്റെ റിവൈസ്ഡ് വേർഷൻ 1815 വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡാഫോഡിൽസിന്റെ മെയിൻ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ഐ വാന്റഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്നാണ് കേട്ടോ. അത് തന്നെയാണ് ആ പോയത്തിന്റെ ഫസ്റ്റ് ലൈനും. ഈ പോയത്തിലൂടെ പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ മരണം കൊണ്ട് അദ്ദേഹം അനുഭവിച്ച ആ ഒരു ഒറ്റപ്പെടൽ, സോളിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നത് ഐ വാന്റഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ഞാനൊരു മേഘത്തെ പോലെ എന്താണ് ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അത് പിന്നെ വേർഡ്സ്വർത്തിന്റെ ബെസ്റ്റ് നോൺ വർക്ക്സ് ആണ് ലിറിക്കൽ ബാലഡ്സും പ്രലൂഡും. ലിറിക്കൽ ബാലഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രലൂഡും ഇറ്റ്സ് എ റൊമാൻറ്റിക് എപ്പിക് പോം. അദ്ദേഹത്തിന്റെ മറ്റു വർക്ക്സ് ആണ് ടിൻറ്റൻ അബി, ദ സോളിറ്ററി റീപ്പർ, ഓഡ് ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, എക്സെട്ര. വർക്ക്സ് ഒക്കെ നല്ലോണം നോക്കി വെക്കാം കേട്ടോ. The next question. Which of the following plays was written by Harold Pinter? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഹാരോൾഡ് പിന്റർ എഴുതിയിട്ടുള്ള പ്ലേ ഏതാണ്? The Birthday Party, A Doll's House, Volpone, Arms and... The answer comes The Birthday Party. അതും ഹാരോൾഡ് പിന്റർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ്. This is the first full length poem by Harold Pinter. 1959 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ആക്ട് ആയിട്ടുള്ള അബ്സർഡിസ്റ്റ് പ്ലേ ആണ്. പിന്നെ ഇതിലൂടെ കോമഡി ഓഫ് മെനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓണർ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി ഈ പ്ലേയിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് സ്റ്റാൻലി, ലുലു, പിറ്റി, മെക്കൻ, മെഗ് ആൻഡ് ഗോൾഡ്ബർഗ്. പിന്നെ അദ്ദേഹത്തിന്റെ ഹാരോൾഡ് പിന്ററിന്റെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള 2 പ്ലേസ് ആണ് ദ ഹോം കമ്മിങ്ങും ബിട്രയലും. And he has won Nobel Prize in Literature in 2005. അതും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. Okay. D.H. Lawrence uses the expression one bright book of life to describe. അപ്പോൾ D.H. Lawrence ഒരു സംഭവം ഒരു ക്വാട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? one bright book of life. അത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്? ഏതാണ് ആ ബ്രൈറ്റ് ബുക്ക് ഓഫ് ലൈഫ്? നോവൽ ആണോ, ഡ്രമാറ്റിക് മോണോലോഗ് ആണോ, ദ ബൈബിൾ ആണോ, ഓർ ഇതൊന്നുമല്ല, none of the above. The answer is the novel. അപ്പോ നോവൽ ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു D.H. Lawrence, നോവൽ is the bright book of life. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോൺ നോവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സൺസ് ആൻഡ് ലവേഴ്സ്, ദ റെയിൻബോ, വിമൻ ഇൻ ലവ് ആൻഡ് ലേഡി ചാറ്റർലീസ് ലവർ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നോവൽസ് ആണ്. പിന്നെ അദ്ദേഹം മോഡേണിസ്റ്റ് മൂവ്മെന്റിന്റെ വലിയൊരു മെയിൻ മെമ്പർ ആണ്. ഓക്കെ, മോഡേൺ റൈറ്റർ ആണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ വളരെ ഫേമസ് ആയിട്ടുള്ള പോംസ് ആണ് ബോംബാർഡ്മെന്റ്, ബ്രെഡ് അപ്പോൺ ദ വാട്ടേഴ്സ്, ബ്രൂഡിംഗ് ഗ്രീഫ്, ദ ബ്രൈഡ്, എക്സെട്ര. The next question. Which of the following has not been awarded with the Booker Prize twice? ഓപ്ഷൻസ് തന്നിരിക്കുന്നവരിൽ ആർക്കാണ് 2 വട്ടം ബുക്കർ പ്രൈസ് കിട്ടാത്തത്?
The options are Margaret Atwood, J.M. Coetzee, Peter Carey, and V.S. Naipaul. The answer is V.S. Naipaul. Because ബാക്കി ആൾക്കാർക്ക് ബാക്കി 3 പേർക്കും 2 വട്ടം ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ജെം കോറ്റ്സിക്കാണ്, ഹീസ് ദ ഫസ്റ്റ് പേഴ്സൺ, 2 ബുക്കർ പ്രൈസ് കിട്ടുന്ന ആദ്യ വ്യക്തി ജെം കോറ്റ്സി ആണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് 1983-ലും പിന്നീട് 1999-ലും ആണ്. പീറ്റർ കാരി, അതുപോലെ മാർഗരറ്റ് അറ്റ്വുഡ്, അവരുടെയും ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻസിൽ ഇല്ലാത്ത ഒരാൾക്ക് കൂടി ബുക്കർ പ്രൈസ് 2 വട്ടം കിട്ടിയിട്ടുണ്ട്, ഹിലറി മാന്റൽ. അപ്പൊ ഈ 4 പേരുടെ പേര് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ബുക്കർ പ്രൈസ് ട്വൈസ് കിട്ടിയിട്ടുള്ള 4 പേരാണ് ജെം കോറ്റ്സി, പീറ്റർ കാരി, ഹിലറി മാന്റൽ ആൻഡ് മാർഗരറ്റ് അറ്റ്വുഡ്. പിന്നെ സൽമാൻ റുഷ്ദി, ഹി ഹാസ് ബീൻ നോമിനേറ്റഡ് 7 ടൈംസ് ഫോർ ബുക്കർ പ്രൈസ്. ബുക്കർ പ്രൈസിന് 7 വട്ടം നോമിനേഷനിൽ വന്ന ആളാണ് സൽമാൻ റുഷ്ദി. അതിൽ 1981 അദ്ദേഹത്തിന് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന വർക്കിന് എന്ത് കിട്ടിയിട്ടുണ്ട്? നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, സോറി ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം, ബുക്കർ പ്രൈസ് കിട്ടുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ബുക്ക് അത് പെനലോപ്പ് ഫിറ്റ്സ്ജെറാൾഡിന്റെ ഓഫ് ഷോർ ആണ്. ജസ്റ്റ് 141 പേജസേ ആ ബുക്കിനുള്ളൂ, പക്ഷെ ആ ബുക്കിന് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ബി ഓർ നോട്ട് ടു ബി is a statement from which of the following plays of William Shakespeare? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫ്രേസ് ആണ് അല്ലെ, ടു ബി ഓർ നോട്ട് ടു ബി, ഷേക്സ്പിയറിന്റെ. ഇതിൽ ഏത് പ്ലേയിലാണ് ഇത് വന്നിട്ടുള്ളത്? ഒഥല്ലോ, കിങ് ലിയർ, ഹാംലെറ്റ് ആൻഡ് മാക്ബെത്ത്. ഇതിൽ ഏതിലാണ്? വെരി സിമ്പിൾ, ഇറ്റ്സ് ഹാംലെറ്റ്. അതില് ആക്ട് 3-ലെ ഫസ്റ്റ് സീനില് നമ്മൾ അതിനെ നണ്ണറി സീൻ എന്നാണ് പറയുന്നത്. അതിൽ പ്രിൻസ് ഹാംലെറ്റ് സ്വയം പറയുന്ന ഒരു സോളിലോക്കിയാണത്, ടു ബി ഓർ നോട്ട് ടു ബി. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ടു ലീവ് ഓർ ടു ഡൈ, ജീവിക്കണോ മരിക്കണോ അല്ലെ, അതാണത് ടു ബി ഓർ നോട്ട് ടു ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാംലെറ്റ് പ്രിൻസ് ഓഫ് ഡെൻമാർക്ക് ആണ്. ആൻഡ് ദിസ് ഇസ് ദ ലോങ്സ്റ്റ് പ്ലേ ഓഫ് ഷേക്സ്പിയർ. ആൻഡ് ഈ ഒരു പ്ലേ അത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നതല്ല, പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1623-ലാണ്. ഓക്കെ ദെൻ, അപ്പൊ നമ്മൾ അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, കീപ് ഇറ്റ് ഇൻ യുവർ മെമ്മറി. ഓക്കെ, അപ്പോ ഐ ഹോപ്പ് ഇത് നിങ്ങളുടെ എൻട്രൻസ് എക്സാമിന് അതിനുള്ള പ്രിപ്പറേഷന് വിൽ ബി വെരി ഹെൽപ്ഫുൾ. Okay, then see you with another session of Question Quest by English Tisha. Once again, thank you.